قال لا تخافا إنني معكما أسمع وأرى. ഖുലിഖ മിൻ മാഇൻ ദാഫിക്, തെറിച്ചു വീഴുന്ന ഒരു വെള്ളത്തിൽ നിന്ന് അത്രയേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്, അത് മുതുകിൻ്റെയും വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്നഹു അലാ റജീൻ ലഖാദിർ, നിശ്ചയമായും അവനെ പുനർജീവിപ്പിക്കുവാൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഇവിടെ അള്ളാഹുവിന് പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു മനുഷ്യരെ എങ്ങനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിമാലയൻ മണ്ടത്തരം എന്ന് പോലും പറയാൻ പറ്റില്ല, ഇതൊരു ബ്രഹ്മാണ്ഡ മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഖുർആനിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്ര മണ്ടത്തരമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മുതുകിൽ നിന്ന് തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിൻ ബൈനി സുൽബി വത്തറായിബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് തറായിബ് എന്നാൽ വാരിയല്ലുകൾ എന്നാണ്. അത് പെണ്ണുങ്ങളുടെ വാരിയല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും, സുൽബ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ മുതുകല്ലാണ്, ആണുങ്ങളുടെ ബാക്ക് ബോണിൻ്റെയും പെണ്ണുങ്ങളുടെ വാരിയല്ലുകളുടെയും ഇടയിൽ നിന്ന് വരുന്ന വെള്ളം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വ്യാഖ്യാനം. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് ശുക്ലം ഉത്ഭവിക്കുന്നത് നട്ടെല്ലിനും വാരിയലിനും എടുക്കാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒരു വിശദീകരണം കൂടി കേൾക്കേണ്ട ആവശ്യമാണ്. ഇസ്ലാമിക വിമർശകരുടെ വളരെ പ്രിയപ്പെട്ട ടോപ്പിക്കാണ് ശുക്ലം പുറപ്പെടുന്നത് നട്ടലിനും വാരിലിനും ഇടയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിമർശകർ പലതും തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണകൾക്ക് നമ്മുടെ പരിഭാഷകൾക്ക് ചെറുതല്ലാത്തൊരു പങ്കുണ്ട് എന്ന് സമ്മതിക്കാം. പക്ഷേ അവരാ ഒരു പരിഭാഷകൾ മാത്രം വായിച്ച് മറ്റ് തഫ്സീറുകളോ വിശദീകരണങ്ങളോ ഒന്നും വായിക്കാതെ പോലും ഒരു പരിഭാഷ മാത്രം വായിച്ചിട്ട് ഉള്ള തെറ്റിദ്ധാരണയാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഖുർആൻ ദ്രാവകം മനീയ എന്നൊക്കെ പറയുന്നത് പുരുഷന്റേത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഒരിക്കലും പറയുന്നത്, പുരുഷന്റെയും സ്ത്രീയുടെയും ഉദ്ദേശിച്ചിട്ടാണ്. അത് നമ്മൾ മുമ്പ് പലവട്ടം പറഞ്ഞതാണ്. ഇവിടെ പരിഭാഷയിൽ പക്ഷെ ശുക്ലം എന്ന് കാണുമ്പോൾ ഉടനെ ആണിന്റെ ശുക്ലമാണ് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് വിമർശകർ ഇതിനെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഫൽ യൻദുറുൽ ഇൻസാനു മിമ്മാ ഖുലിഖ, മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവൻ നോക്കട്ടെ. ഖുലിഖ മിൻ മാഇൻ ദാഫിക്, അവൻ തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, സുൽബിനും തറായിബിനും ഇടയിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പരിഭാഷകളിൽ കാണാം തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് നട്ടെല്ലിനും വാരിയെല്ലിനും ഇടയിൽ നിന്നാണ് അത് പുറത്തു വരുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ വിമർശകർ വിചാരിക്കുന്നത് ശുക്ല നട്ടലിനും വാരിയെല്ലിനും ഇടയിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് മറ്റ് ഇതിന്റെ വിശദീകരണങ്ങളൊന്നും നോക്കാതെ വെറും പരിഭാഷയിലെ അക്ഷരങ്ങൾ മാത്രം നോക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക ദ്രാവകങ്ങളെ പറ്റിയിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് യഖ്റുജു മിൻ ബൈനി സുൽബി എന്നുള്ളത് സുൽബിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞത് പുരുഷന്റെ ദ്രാവകത്തെക്കുറിച്ചും, തറായിബിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ത്രീയുടെ ദ്രാവകത്തെക്കുറിച്ചുമാണ്. തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നുമാണ് ദ്രാവകം തെറിച്ചു വീഴുന്നത് എന്നാണ് ഈ വാചകങ്ങളുടെ യഥാർത്ഥ അർത്ഥം പോലും അങ്ങനെയാണ്. അപ്പോ ഇത് എല്ലാ തഫ്സീറുകളിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊന്നും നോക്കാതെ വെറും പരിഭാഷ കാണുമ്പോൾ ശുക്ലം എന്ന് കണ്ടു, നട്ടല് വാരിയല് രണ്ട് വാക്കും കണ്ടു, അതോടെ നീ വിമർശിക്കാം എന്ന് കരുതി ഇറങ്ങാനാണ്. യഥാർത്ഥത്തിൽ വിമർശനങ്ങൾക്ക് തന്നെ അടിസ്ഥാനമില്ല. ഒന്നാമത് പുരുഷന്റെ ടെസ്റ്റിസിൽ നിന്നാണ്, വൃഷണത്തിൽ നിന്നാണ് ശുക്ലം ഉണ്ടാകുന്നത് എന്നുള്ളത് പുതിയൊരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ബീജം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ പുരാതന കാലം മുതലേ മനുഷ്യന്മാർക്ക് അറിയുന്ന കാര്യം, വളരെ പ്രാചീന കാലം മുതലേ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇതെന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് അടിമകളെ ഷണ്ഡീകരിക്കുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇതൊക്കെ പണ്ട് BC കാലഘട്ടങ്ങളിലും ഫറോവമാരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഷണ്ഡീകരിക്കുന്ന പരിപാടി. ഷണ്ഡീകരിക്കുന്ന പറഞ്ഞാൽ വൃഷണങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഇവർക്ക് കുട്ടികളില്ലാതിരിക്കാനും അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അന്ന് മുതലേ പ്രാചീന കാലം മുതലേ മനുഷ്യൻ അറിയുന്നതാണ് ഈ വൃഷണങ്ങളിൽ നിന്നാണ് ബീജം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബീജത്തിനെ കുറിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് വളരെ അടിസ്ഥാനമില്ലാത്ത ആരോപണം. കാരണം അത് എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ കാലഘട്ടത്തിലും അറിയുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഷണ്ഡീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളെ ഷണ്ഡീകരിക്കുന്നത് വിലക്കി, അടിമകളായാലും ആരായാലും ഷണ്ഡീകരിക്കാൻ പാടില്ല എന്നത് വിലക്കിയിട്ടുള്ള ഹദീസ് നമ്മൾ കാണാൻ സാധിക്കും. എന്റെ ബ്ലോഗിൽ അത് കൊടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അടിമകളെ ഷണ്ഡീകരിച്ചാൽ അവനെ ഞാൻ ഷണ്ഡീകരിക്കും എന്ന് വാണിംഗ് വരെ നൽകിയിട്ടുണ്ട്. അഥവാ അത് ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് ഷണ്ഡീകരിക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം ആ പരിപാടി അന്ന് ജാഹിലിയ കാലത്തുള്ള അറബികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇനി ഈ ആയത്തിന് എങ്ങനെയാണ് നമ്മൾ
അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ, സഹാബികൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ തഫ്സീറിലും കാണാൻ സാധിക്കും. തെറിച്ച് വീഴുന്ന ദ്രാവകത്തിനെ പറ്റി പറഞ്ഞത് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറായിട്ട് തഫ്സീർ ഇബ്നു കസീറിലും എല്ലാ തഫ്സീറിലും ഇബ്നു കസീറിലുണ്ട്, തബരിയിലും, സമക്ഷരി, തബറാനി, റാസി, ഖുർത്തുബി, ഷൗക്കാനി, ഇങ്ങനെ സകലമാന തഫ്സീറുകൾ, മലയാളത്തിലെ തഫ്സീറുകൾ, അമാനി മൗലിയുടെ തഫ്സീറുകളടക്കം ഇതൊക്കെ കൊടുത്തു. പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നുമാണ് ഈ തെറിച്ചു വീഴുന്ന ദ്രാവകങ്ങൾ പുറപ്പെടുന്നത്. അപ്പോ ഈ പുരുഷന്റെ സുൽബിൽ നിന്ന് പുറപ്പെടുന്ന ദ്രാവകം, ഇതിനെപ്പറ്റി നമ്മൾ മുമ്പ് ഹദീസുകൾ പറഞ്ഞതുള്ളത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. പുരുഷന്റെ ദ്രാവകം എന്നുള്ളത് കട്ടിയുള്ളതും വെളുത്തതുമാണ്, അഥവാ ശുക്ലമാണ്. സ്ത്രീയുടെ ദ്രാവകം എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞതും മഞ്ഞയുമാണ്, അഥവാ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് ഓവേറിയൻ ഫോളിക്കുലാർ ഫ്ലൂയിഡ് ആണ്, മെച്യൂർ ഓവേറിയൻ ഫോളിക്കുലാർ ഫ്ലൂയിഡ്. അപ്പോൾ ഇതാണ് തെറിച്ചു വീഴുന്ന ദ്രാവകം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് രണ്ടും തെറിച്ചു വീഴാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തെറിച്ചു വീഴുക തന്നെയാണ് ചെയ്യുന്നത്. പുരുഷന്റെ തെറിച്ചു വീഴുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീയുടേതും അതുപോലെ തന്നെ ഒരു ഓവുലേഷൻ സൈക്കിളിന്, സ്ത്രീയുടെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ സ്ത്രീയുടെ അണ്ഡാശയത്തിലുള്ള ഈ ഒരു ഓവേറിയൻ ഫോളിക്കിൾ അത് പൊട്ടുകയും അതിൽ നിന്നുള്ള മഞ്ഞ ദ്രാവകം, ഹദീസിൽ പറഞ്ഞിട്ടുള്ള പരാമർശം പോലും വളരെ കൃത്യമാണ്, ആ മഞ്ഞ ദ്രാവകം പുറത്തു വരുന്നതാണ് ഈ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ നടക്കുന്നത് സ്ത്രീയുടെ അണ്ഡാശയത്തിലാണ്. അപ്പൊ ഇത് രണ്ടുമാണ്, അപ്പം ഓവുലേഷൻ ഫ്ലൂയിഡും അതുപോലെ പുരുഷന്റെ ശുക്ലവും, ഇത് രണ്ടുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുരുഷന്റെ ശുക്ലം പുറപ്പെടുന്നത് സുൽബിൽ നിന്ന്. സുൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് നോക്കാം. നമ്മുടെ പരിഭാഷകളിലൊക്കെ ഈ മലയാള പരിഭാഷകളിലും അതുപോലെ പല ഇംഗ്ലീഷ് പരിഭാഷകളിലും ഒക്കെ സുൽബിന് കൊടുത്തിട്ടുള്ള അർത്ഥം നട്ടല് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സുൽബിന് നട്ടല് എന്നുള്ളൊരു അർത്ഥമുണ്ട്. സുൽബിന് പല അർത്ഥങ്ങളുണ്ട്. സുൽബിന് എന്ന് പറഞ്ഞാൽ ഉറച്ചത്, സ്റ്റീൽ, റിജിഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് സുൽബിന് യഥാർത്ഥത്തിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം ലോയിൻ എന്നാണ്. ലോയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിവയറ്, നാഭി, ഇടുപ്പ് എന്നൊക്കെ പറയുന്നതാണ് ലോയിൻ. ലോയിൻ എന്നുള്ളതാണ് സുൽബിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം. ഇത് ഞാനിപ്പോ പുതുതായിട്ട് ഉണ്ടാക്കി പറയുന്നില്ല, ഇത് ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റിലോ ഏത് ഡിക്ഷണറിയിലോ നോക്കിയാൽ കാണാവുന്നതാണ്. എന്ന് മാത്രമല്ല വളരെ പുരാതനമായിട്ടുള്ള പല ഡിക്ഷണറികളിലും സുൽബിന് ഈ ലോയിൻ എന്നുള്ള അർത്ഥം കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ വളരെ പണ്ടത്തെ ഖുറാൻ പരിഭാഷകൾ, ഇതിൽ ജോർജ് സെയിൽ എന്ന ആള് 1734 പ്രസിദ്ധീകരിച്ച AD 1734 പ്രസിദ്ധീകരിച്ച ഖുറാൻ പരിഭാഷ, ഇതിന്റെയൊക്കെ ഇന്റർനെറ്റിൽ ആർക്കൈവ്സിലൊക്കെ കിട്ടും ഈ സാധനം. അപ്പോൾ അതിൽ സുൽബിന് കൊടുത്ത പരിഭാഷ ലോയിൻ എന്നാണ്. അതുപോലെ മുഹമ്മദ് പിക്താളിന്റെ 1930 പ്രസിദ്ധീകരിച്ച പിക്താൾ, ഇതൊക്കെ ഇന്റർനെറ്റിൽ കിട്ടുന്ന വളരെ പ്രസിദ്ധമായ ഖുറാൻ പരിഭാഷകളാണ്. പിക്താളിന്റെ പരിഭാഷയിലൊക്കെ ലോയിൻ എന്നാണ് സുൽബിന് അർത്ഥം കൊടുക്കുന്നത്. അപ്പോൾ ജോർജ് സെയിലിന്റെ 1734 പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ, ഇഷ്യൂയിങ് ഫ്രം ദ ലോയിൻസ് എന്ന് തന്നെയാണ്. അപ്പൊ പുരുഷന്റെ ലോയിൻ എന്നാണ് ഇത് ഈ തെറിച്ചു വീഴുന്ന ദ്രാവകം പുറപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളിൽ ചില പരിഭാഷകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള പരിഭാഷകളിലും ചില ഇംഗ്ലീഷ് പരിഭാഷകളിലുമൊക്കെ കൊടുത്തിട്ടുള്ള നട്ടല് എന്നുള്ള അർത്ഥം, ബാക്ക് ബോൺ എന്നുള്ള അർത്ഥം, ബാക്ക് എന്നുള്ള അർത്ഥം, അതിനേക്കാൾ കൂടുതൽ കൃത്യമായ പരിഭാഷ കൊടുക്കാൻ കൃത്യമായിട്ടുള്ളത് ലോയിൻ എന്നുള്ളത്. അത് നമ്മൾ ചില ഇംഗ്ലീഷ് പരിഭാഷകളിലൊക്കെ 300 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പരിഭാഷകൾ വരെ ഇങ്ങനെ ലോയിൻ കൊടുത്തിട്ടുണ്ട്. വളരെ പുരാതനമായിട്ടുള്ള ഡിക്ഷണറികൾ ഇതേ അർത്ഥം തന്നെ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ലോയിൻ എന്നുള്ള അർത്ഥമാണ്, ഇടുപ്പ് അല്ലെങ്കിൽ അടിവയറ്, നാഭി എന്നുള്ള അർത്ഥമാണ് അവിടെ ഏറ്റവും യോജിച്ചത്. അപ്പോൾ പുരുഷന്റെ ബീജം പുറപ്പെടുന്നത് എവിടെ നിന്നല്ല പറഞ്ഞത്, പുരുഷന്റെ തെറിച്ചു വീഴുന്ന ദ്രാവകം പുറപ്പെടുന്നത് അടിവയറിൽ നിന്നാണ്, നാഭിയിൽ നിന്നാണ് എന്നാണ് ഇതിന്റെ യഥാർത്ഥ ഖുർആന്റെ അർത്ഥം. അവിടെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പുരുഷന്റെ എങ്ങനെയാണ് ശുക്ലസ്ഖലനം സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ, ശുക്ലം ഇതെന്തൊക്കെ പിക്ചർ അടക്കം എൻ്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ പോയി നോക്കാവുന്നതാണ്. അപ്പൊ പുരുഷന്റെ ടെസ്റ്റിക്കിൾ, ഈ പുരുഷന്റെ വൃഷണ സഞ്ചിയിൽ തൂങ്ങിക്കിടക്കുന്ന ടെസ്റ്റിസിൽ നിന്നും ഒരു ട്യൂബ് മേലേക്ക് പോകുന്നുണ്ട്. സെമിനിഫറസ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഈ സെമിനിഫറസ് ട്യൂബിൽ മേലേക്ക് പോകുന്ന വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കുഴല്, 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുഴല് മേലേക്ക് പോയിട്ട് അത് പിന്നീട് 2 ഗ്രന്ഥികളുമായിട്ട് അത് അതിന്റെ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഒന്ന് പ്രധാനപ്പെട്ടത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. അതുപോലെ മറ്റൊന്ന് പ്രോസ്റ്റേറ്റ് എന്നുള്ളത്. പ്രോസ്റ്റേറ്റ് എന്നുള്ളത് അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രോസ്റ്റേറ്റും സെമിനൽ വെസിക്കിളും അതിൽ നിന്നുള്ള സെക്രീഷനും കൂടി ചേർന്നിട്ട് ആണ് ഈ ശുക്ലസ്ഖലനം സംഭവിക്കുന്നത്. അപ്പോൾ ശുക്ലത്തിൽ ഒരു 98 അല്ലെങ്കിൽ 99% എന്നുള്ളത് ഈ സാധനങ്ങളുടെ സെക്രീഷനാണ്. ഓക്കെ,
അഥവാ സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷനും പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷനും. ബീജം എന്ന് പറയുന്നത് അതിൽ 1% അല്ലെങ്കിൽ 2% മാത്രമേ ഉള്ളൂ. ബാക്കി 98% ഈ മറ്റ് സെക്രീഷനുകളാണ്. പ്രോസ്റ്റേറ്റ്, സെമിനൽ വെസിക്കിളാണ് മെയിൻ ആയിട്ടുള്ളത്. 70% സെമിനൽ വെസിക്കിളിന്റെ സെക്രീഷനുകളാണ്. പിന്നെ ബൾബൽ യൂറിത്രൽ ഗ്ലാൻസിന്റെ സെക്രീഷനും ഒരു ഇച്ചിരി ഉണ്ടെന്ന് പറയും. അപ്പൊ ഈ സെക്രീഷന്റെ വളരെ 1% മാത്രമേ ഈ ടെസ്റ്റിസിൽ നിന്നുള്ള ബീജങ്ങൾ വരുന്നുള്ളൂ. ബാക്കി 99% സംഭവങ്ങളും മറ്റുള്ള സെക്രീഷനാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള എന്താണ്? തെറിച്ചു വീഴുന്ന ദ്രാവകം പുറപ്പെടുന്നത് ഇടുപ്പിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ സെമിനൽ വെസിക്കിൾ ആയാലും പ്രോസ്റ്റേറ്റ് ആയാലും ഈ വാസ് ഡിഫറൻസ് ട്യൂബ് ആയാലും ഈ തെറിച്ചു വീഴുന്ന ഈ സംഗതികളൊക്കെ വരുന്നത് ഇടുപ്പിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പുരുഷന്റെ ഇടുപ്പിൽ നിന്നാണ് ശുക്ലം പുറപ്പെടുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രീയമായി വളരെ കൃത്യമായ പരാമർശമാണ്. കാരണം ശുക്ലത്തിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത്, തെറിച്ചു വീഴുന്ന ദ്രാവകത്തെ പറ്റിയിട്ടാണ് അവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്ത്രീയുടേതാണെങ്കിലും, സ്ത്രീയുടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഓവേറിയൻ ഫോളിക്കുലാർ ഫ്ലൂയിഡ് ആണ് സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്നുള്ള മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം. ഈ മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം എന്നുള്ളത് കൃത്യമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമാണെന്നുള്ളത് വളരെ ആധുനിക കാലത്താണ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യമായിട്ടൊരു ലൈവായിട്ട് കണ്ടത് 2009 മറ്റോ ഉള്ള ഒരു ഇതിലാണ്. ഒരു സർജറി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഒരു ലൈവായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നത്. അതുവരെ മനുഷ്യന്റെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഒരു ലൈവായിട്ട് ആരും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിന്റെ BBC ഈ മറ്റ് ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറുകളൊക്കെ അതൊരു വലിയ വാർത്തയായിട്ട് ലോകത്താദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ വളരെ ആധുനിക കാലത്ത് മാത്രമാണ് ഇത് കൃത്യമായി കാണുന്നത് പോലും. ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം സ്ത്രീയുടെ ശരീരത്തിനായിട്ട് പുറത്തു വരുന്നതിന്റെ ഒരു ലൈവായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ കണ്ടതുപോലും അടുത്ത കാലത്താണ്. അപ്പോൾ ഈ ഒരു പിക്ചർ അല്ലാതെ മറ്റെന്തെങ്കിലും പിക്ചർ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഈ ഒരു പിക്ചർ നമുക്ക് ഇന്റർനെറ്റിൽ ഒക്കെ കാണാം, എന്റെ ബ്ലോഗിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദ്രാവകമാണ് സ്ത്രീയുടെ തെറിച്ച് വീഴുന്ന ദ്രാവകം. ഈ സ്ത്രീയുടെ തെറിച്ച് വീഴുന്ന ദ്രാവകം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഖുർആൻ പറഞ്ഞത്? തറായിബിൽ നിന്നും പുറപ്പെടുന്നു. തറായിബ് എന്നുള്ള പദം ഒരുപാട് ഇതേപോലെ സുൽബിനെ പറ്റി പറഞ്ഞതുപോലെ ഉള്ളൊരു പദമാണ് ഈ തറായിബ്. തറായിബ് എന്നുള്ള പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഡിക്ഷണറികളിലും കാണാൻ സാധിക്കും, തഫ്സീറുകളിലും കാണാൻ സാധിക്കും. തഫ്സീറുകളിലും ഡിക്ഷണറികളൊക്കെ കൊടുത്ത അർത്ഥങ്ങളൊക്കെ ഞാൻ എൻ്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പല പല അർത്ഥങ്ങൾ. കാരണം ഇതൊരു വളരെ അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ തറായിബ്. മറ്റ് ഹദീസുകളിലോ ഖുർആനിലെ തന്നെ വേറെ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ മറ്റ് സാഹിത്യങ്ങളിലോ ഒന്നും അങ്ങനെ കാണാത്തൊരു പദമാണ് ഈ തറായിബ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ട്. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾക്ക് ഈ തറായിബ് ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഇതിന്റെ വിശദാംശങ്ങൾ എൻ്റെ ബ്ലോഗിലുണ്ട്. ഒരു ഏരിയ, രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്തിന് തറായിബ് എന്ന് പറയും. പിന്നെ കഴുത്തിന്റെ ഈ രണ്ട് കോളർ ബോൺസിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗത്തിന് പറയും. പിന്നെ ഈ നെഞ്ചെല്ലിന്റെ ഈ ഭാഗത്തിന് പറയും. ഈ മൊത്തം ഈ ഷോൾഡർ ഗേർഡ്, ഈ തൊറാസിക് കേജിന് അതിന് ഇത് പറയും. ഏറ്റവും താഴെയുള്ള 4 വാരിയൽ അത് വയറിലാണ്. ആ വയറിന്റെ ഭാഗത്തിന്, അതിൻ്റെ അകത്തുള്ള ഭാഗത്തിന് പറയും. പിന്നെ അതിന് താഴെയുള്ള 2 കാലുകൾക്കിടയിലുള്ള പെൽവിസിന് പറയും. ഇതൊക്കെ കൃത്യമായിട്ട് ഡിക്ഷണറികളിൽ കൊടുത്ത അർത്ഥമാണ്, തഫ്സീറുകളിൽ കൊടുത്ത അർത്ഥമാണ്. സഹാബികളും താബികളും ഒക്കെ ഈ ഒരു പദത്തിന് കൊടുത്ത അർത്ഥങ്ങളും ഇതിന്റെ ചർച്ചകളും ഒക്കെ വിശദമായിട്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. തഫ്സീറുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും അർത്ഥങ്ങളുണ്ട്. അതിൽ പല ആളുകളും സ്വീകരിച്ചിട്ടുള്ള ഒരു അർത്ഥം എന്നുള്ളത് ഈ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള, ചെസ്റ്റിന്റെ ഈ ഒരു നെഞ്ചും കൂട് എന്നുള്ള അർത്ഥത്തിലാണ് പല ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും അർത്ഥങ്ങളുണ്ട്, ഏതാണെന്ന് അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവർ അങ്ങനെ ഒരു അർത്ഥമാണ്. സ്ത്രീകളുടെ നെഞ്ചും കൂടിന്റെ ആ ഒരു ബ്രസ്റ്റ് നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് പറഞ്ഞവരുടെ, അല്ലെങ്കിൽ താഴെയുള്ള 4 വാരിയൽ അപ്പർ അബ്ഡമനാണെന്ന് പറഞ്ഞവർക്ക്, ഇതിന്നൊക്കെ അവർക്ക് തന്നെ ഒരു അഭിപ്രായ ഐക്യമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ വാക്കിന് ഇത്രയും അർത്ഥങ്ങളുണ്ട്. ഇതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അർത്ഥം ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ ഇതിൽ അവസാനം പറഞ്ഞ ഈ പെൽവിസ് എന്നുള്ള അർത്ഥമാണ്, അതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. ഇതിന്റെ അർത്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരു എല്ലിൻ കൂടിനകത്തുള്ള ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിക്കുന്ന ഒരു പദമാണിത് നമുക്ക് മനസ്സിലാകും. അതാണ് പറഞ്ഞ ഈ എല്ലിന്റെ ഇടയിലുള്ള ഇതിന് എത്തമോയിഡ് എന്ന് പറയും, അല്ലെങ്കിൽ 2 കോളർ ബോണിന്റെ ക്ലാവിക്കലിന്റെ ഇടയിലുള്ള ഭാഗത്തിന് പറയും. പിന്നെ റിബ് കേജിനകത്തുള്ള ഭാഗത്തിന് പറയും. ഈ പെൽവിസ് ബോണിന്റെ ആ പെൽവിക് ഗേർഡിലിന് അതിന് പറയും. ഇതിനൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പെൽവിസ് അല്ലെങ്കിൽ പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്ന നമ്മുടെ 2 കാലിന്റെ ഈ തൊടന്റെ ഇടയിലുള്ള ആ ഒരു ബോൺ ഉണ്ടല്ലോ, ആ ഒരു ബോണിന്റെ ആ ഭാഗത്തിനും പറയും. അപ്പൊ ആ ഒരു അർത്ഥമാണ് അവിടെ യോജിക്കുന്ന അർത്ഥം എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖുർആന്റെ പരാമർശങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല.
പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പുരുഷന്റെ സുൽബ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ലോയിനാണ്. അത് പണ്ട് മുതലേ അല്ല, 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആൻ പരിഭാഷകളിൽ വരെ ലോയിൻ എന്നുള്ള അർത്ഥം കൊടുത്ത് നമുക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ സ്ത്രീയുടേത് പെൽവിക് ഗേർഡൽ എന്നുള്ള അർത്ഥമാണ് കൂടുതൽ യോജിച്ചത്. പല അർത്ഥങ്ങളിൽ നിന്നും പരിഭാഷകർ പലപ്പോഴും ഈ ഒരു അർത്ഥം തിരഞ്ഞെടുത്തുകൊണ്ട് വാരിയല് എന്നുള്ളൊരു അർത്ഥം തിരഞ്ഞെടുത്തതിന്റെ ഒരു പ്രശ്നമാണ് അവിടെയുള്ളത്. യഥാർത്ഥത്തിൽ വാരിയലിനേക്കാൾ കൂടുതൽ യോജിക്കുന്ന അർത്ഥം എൽവിസ് എന്നുള്ളതാണ്. ഈ എൽവിസ് എന്നുള്ള അർത്ഥം ശരിക്കും നമുക്ക് പരിശോധിച്ചാൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ അർത്ഥം കൊടുത്ത് കാണാൻ സാധിക്കും. മുഹമ്മദ് അസദിന്റെ പരിഭാഷയിൽ ട്രാൻസ്ലേഷൻ 980 പ്രസിദ്ധീകരിച്ചാണ്. 40 കൊല്ലായി ഈ ഒരു പരിഭാഷ. 980 മുഹമ്മദ് അസദിന്റെ പരിഭാഷയിൽ നമുക്ക് അങ്ങനെ തന്നെയാണ്. പുരുഷന്റെ ലോയിൽ നിന്നും സ്ത്രീയുടെ പെൽവിക് ഗേർഡിൽ നിന്നും ആണ് ഈ ദ്രാവകങ്ങൾ പുറപ്പെടുന്നത് എന്നുള്ള അർത്ഥം കൃത്യമായിട്ട് മുഹമ്മദ് അസദ് 980 പ്രസിദ്ധീകരിച്ച പരിഭാഷയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ വിമർശകർ 2 തെറ്റിദ്ധാരണകളാണ് ഇവിടെ തെറ്റിദ്ധരിച്ചത്. ഒന്നാമത് അവർ തെറ്റിദ്ധരിച്ചത് ഇവിടെ പുരുഷന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പുരുഷന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പുരുഷന്റെയും സ്ത്രീയുടെയും കാര്യം, രണ്ടിന്റെയും ലൈംഗിക ദ്രാവങ്ങളുടെ കാര്യമാണ് പറയുന്നത്. തെറിച്ചു വീഴുന്ന ദ്രാവങ്ങളുടെ കാര്യം പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നുമാണ് പുറപ്പെടുന്നതെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പക്ഷെ വിമർശകരെ തെറ്റിദ്ധരിച്ചത് പുരുഷന്റെ ശുക്ലം നട്ടലിനും വാരിയലിനും ഇടയിൽ നിന്ന് എവിടുന്ന് വരുന്നു എന്നുള്ള ഒരു ധാരണയാണ് വിമർശകന്മാർക്ക് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നും, സുൽബ് എന്ന് പറഞ്ഞാൽ ലോയിൻ എന്നും തറായിബ് എന്ന് പറഞ്ഞാൽ പെൽവിസ് എന്നുമാണ് അതിന് ഏറ്റവും യോജിച്ച അർത്ഥം. പല അർത്ഥങ്ങളുള്ള വാക്കാണ് ഇത് രണ്ടും. അതിന് ഏറ്റവും യോജിച്ച അർത്ഥം ഇത് രണ്ടുമാണ്. ഇത് പരിഭാഷകർ പലപ്പോഴും ഇത് അവര് ശാസ്ത്രം പറയാനല്ലല്ലോ ഈ പരിഭാഷ എഴുതുന്നത്. അവര് പല വാക്കുകൾ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വാക്കിന് പല അർത്ഥങ്ങളിൽ ചില അർത്ഥം എടുത്തു കൊടുത്തത്, ആ അർത്ഥം എടുത്തു കൊടുത്തത് തെറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആ ഒരു പരിഭാഷയുടെ ഒരു പ്രശ്നം മാത്രമാണ്. അത് ഒരിക്കലും ഖുർആന്റെ പ്രശ്നമല്ല. ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമാണ്. ഒരു വാക്കിന് പല അർത്ഥങ്ങളുള്ളതിൽ അപ്പം പരിഭാഷകർ എടുത്ത ചില അർത്ഥങ്ങൾ അതിനേക്കാൾ കൂടുതൽ യോജിച്ച മറ്റർത്ഥങ്ങളാണ് അവർ യോജിക്കുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയത് നമുക്ക് ആ ഒരു പരിഭാഷ നമുക്ക് ഇന്ന് തിരുത്താവുന്നതാണ്. അഥവാ പുരുഷന്റെ ഇടുപ്പിൽ നിന്നും സ്ത്രീയുടെ പെൽവിസിൽ നിന്നുമാണ് ഈ ദ്രാവകങ്ങൾ പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അർത്ഥമാണ്. ഇതൊന്നും നമ്മൾ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വിമർശകരുടെ വിമർശനം സഹിക്കാൻ പറ്റാതെ ഇതൊക്കെ പിടിച്ച് ഞങ്ങൾ മാറ്റി മറിക്കുകയൊന്നുമല്ല. ഇതൊക്കെ പണ്ട് മുതലേ ഇതൊക്കെ തഫ്സീറിലും എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിപ്പോ വിമർശകർ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ ഈ പരിഭാഷനേക്കാൾ കൂടുതൽ നല്ല പരിഭാഷ ഇതാണല്ലോ, അപ്പൊ ഇതാണ് ഇവിടെ കൂടുതൽ യോജിച്ചതെന്ന് നമ്മൾ അവിടെ അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായിട്ട് തഫ്സീറുകളിലെല്ലാം വിശദീകരിച്ചിട്ടുള്ള ഡിക്ഷണറികളിലെല്ലാം ഉള്ള അർത്ഥങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അതിനൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ബ്ലോഗിൽ ചിത്രങ്ങളും തെളിവുകളും ഒക്കെ അടക്കം കൊടുത്തിട്ടുണ്ട്. പോയി വായിക്കാവുന്നതുമാണ്.